ആരോഗ്യ സംരക്ഷണവും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര നടത്തുകയാണ് അഭിലാഷ് പുത്തഞ്ചേരി. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ബോധവൽക്കരണ ക്ലാസും നടത്തും. കൊല്ലത്തെത്തിയ അഭിലാഷ് SN കോളേജിലും ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നടത്തി. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടത്തം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് അധ്യാപകനായ അഭിലാഷിന്റെ കാൽനട യാത്രയുടെ പ്രധാന ലക്ഷ്യം. 20 തവണ രക്തദാനം ചെയ്ത അഭിലാഷ് കോഴിക്കോട് നിന്ന് ധനുഷ്കോടി വരെ സൈക്കിൾ യാത്രയും കേരളത്തിലുടനീളം ലഹരിക്കെതിരെ സൈക്കിൾ യാത്രയും നടത്തിയിട്ടുണ്ട്. നടന്നു പോകുന്ന വഴികളിൽ കാണുന്ന ജനങ്ങളോടും ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കും. ജൂൺ അവസാനം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിൽ കണ്ട് യാത്രാ സന്ദേശം കൈമാറുമെന്ന് അഭിലാഷ് പറഞ്ഞു. നമ്മളിപ്പം മേല് കൃത്യമായിട്ട് അനങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഷുഗർ, അതേപോലെ തന്നെ പ്രഷർ, അതിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അപ്പം അതിന് മെഡിക്കൽ സയൻസ് ഇട്ട് നൽകിയ ഓമനപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെന്നാണ്. അപ്പം നമ്മൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്തുടരുന്ന നമ്മുടെ തെറ്റായ കുറച്ച് ജീവിതശൈലികളുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിങ്, അതേപോലെ തന്നെ നടത്തം, അതുപോലത്തെ ചെറിയ പിന്നെ വ്യായാമ മുറകൾ ഡെയിലി നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൃത്യമായിട്ട് ചെറുക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു മെസ്സേജാണ് ഈ യാത്രയിലൂടെ ഞാൻ പൊതുജന മധ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യാത്ര തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ നിന്നാണ്. ഈ യാത്ര പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ പിന്നെ തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കും. അതേപോലെ തന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മുടെ ഭരണാധികാരികൾക്ക് സമർപ്പിക്കാനുണ്ട്. ആ സമർപ്പണത്തോടു കൂടി ആ യാത്ര അവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. ഇതിൻ്റെ ഈ വഴിച്ചിലവ് കിടക്കുന്ന അക്കോമഡേഷൻ, ഫുഡ്, അതൊക്കെ പിന്നെ വഴിച്ചിലവൊക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ സുഹൃത്തുക്കളുടെ വീടുകളുണ്ട്, അവിടെയൊക്കെയാണ് നമ്മൾ തങ്ങുന്നത്. അതായത് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്തേക്ക് അവർ കണക്ട് ചെയ്ത് തരും. അങ്ങനെയാണ് ഈ പിന്നെ രാത്രി താമസമൊക്കെ അങ്ങനെയാണ് കടന്നത്. എത്ര ദിവസമായി പറഞ്ഞിട്ട്? ഇപ്പം ജൂൺ 10-ാം തീയതിയാണ് പിന്നെ എൻ്റെ യാത്ര തുടങ്ങിയത്. ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത തിങ്കളാഴ്ചത്തോടുകൂടി തിരുവനന്തപുരത്ത് എത്താനാണ് പരിപാടി. ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും? കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിലോമീറ്റർ അല്ല കണക്ക് കൂട്ടുന്നത്. ഞാൻ ഒരു ദിവസം അത്ര ആളുകളെ കാണാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ കിലോമീറ്റർ പരമാവധി കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വയ്യരികിൽ കാണുന്ന ആളുകൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും. എന്നിരുന്നാലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഞാൻ നടന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോമീറ്ററാണ്. ചിലപ്പം 25 നടന്നിട്ടുണ്ട്, ചിലപ്പം 20 നടന്നിട്ടുണ്ട്, ചിലപ്പം 15 നടന്നിട്ടുണ്ട്. ഒരു ദിവസം 15 മുതൽ 25 കിലോമീറ്റർ വരെ നടക്കും. വൈകുന്നേരം നടത്ത അവസാനിക്കും. അറിയാവുന്ന സുഹൃത്തുക്കളുടെയോ ക്ലബ്ബുകളിലോ വിശ്രമിച്ച് അന്തിയുറങ്ങി രാവിലെ തന്നെ നടത്തം ആരംഭിക്കും. അധ്യാപകനായ അഭിലാഷ് ആരുടെയും സ്പോൺസർഷിപ്പിലല്ല ബോധവൽക്കരണ നടത്തം ആരംഭിച്ചത്. ചെലവുകൾ തന്റെ കയ്യിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ചാണ്. വീട്ടിൽ അച്ഛനും അമ്മയും പൂർണ്ണ പിന്തുണ ഈ അധ്യാപകന് നൽകുന്നുണ്ട്. സീറോ കാർബൺ സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്കയിൽ സൈക്കിൾ പര്യടനം നടത്തി തിരിച്ചെത്തിയ ശേഷമാണ് അഭിലാഷ് നടത്ത പര്യടനം തുടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് പുത്തഞ്ചേരി സ്വദേശി ഇദ്ദേഹം നടന്നിപ്പോൾ ചവറയിലെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.